Dear students, ഇന്നത്തെ സബ്ജക്ട് ഫിസിക്സ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ 1 കൂളോം. അക്കോർഡിംഗ് ടു കൂളംസ് ലോ, F ഈക്വൽ ടു 1/4πε0 Q1 Q2 by R സ്ക്വയർ. ഇത് എപ്പോഴുള്ള ഫോർമുലയാണിത്? ഫ്രീ സ്പേസിൽ. നമ്മുടെ ആവശ്യം എന്താ? 1 കൂളോം ഡിഫൈൻ ചെയ്യണം. പുട്ട് Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു 1 കൂളോം, R ഈക്വൽ ടു 1 മീറ്റർ, ദെൻ F ഈക്വൽ ടു 1/4πε0യുടെ വാല്യൂ നമുക്കറിയാം, 9 × 10⁹. Q1 1, Q2 1 ബൈ Q1 Q2 1 കൂളോം ആക്കി എടുത്തിട്ടുണ്ട്. R സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. അപ്പം എന്താ വരിക? F ഈക്വൽ ടു 9 × 10⁹ ന്യൂട്ടൺ. 1 കൂളോം is defined as that charge which when placed in free space at a distance of 1 meter with an equal and similar charge will repel with a force of 9 × 10⁹ ന്യൂട്ടൺ. അപ്പോൾ നമ്മളിപ്പോൾ എന്തിനെയാണ് ഡിഫൈൻ ചെയ്ത്? 1 കൂളോം. എന്നാൽ എന്ത്? Q1 Q2 Q1ഉം Q2ഉം 1 കൂളോം ആക്കി. അതുപോലെ R 1 മീറ്റർ ആവുകയാണെങ്കിൽ F എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ ആയിരിക്കും. അത് വെച്ചാണ് നമ്മൾ 1 കൂളോമിനെ ഡിഫൈൻ ചെയ്തത്. 1 കൂളോം is defined as that charge which when placed in free space at a distance of 1 meter with an equal and similar charge will repel with a force of 9 × 10⁹ Newton. What is electric dipole? Electric dipole എന്താണ്? Two equal and opposite charges separated by a small distance is called electric dipole. Two equal and opposite charges, രണ്ട് ചാർജസ് ഇല്ലേ, പ്ലസ് Q മൈനസ് Q, separated by a small distance. ഇത് നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാ? 2a. അതാണ് ഇലക്ട്രിക് ഡൈപോൾ. Two equal and opposite charges separated by a small distance is called electric dipole. Define electric dipole moment. Electric dipole moment is defined as product of magnitude of one of the charges and the distance between two charges. അപ്പോൾ it is a product of magnitude of one of the charges. Magnitude എത്രയാ? Q. പിന്നെ എന്ത് തമ്മിലുള്ളതാ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് 2a. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഡൈപോൾ മൊമെന്റ് വെക്റ്റർ P ഈക്വൽ ടു Q ഇൻറ്റു വെക്റ്റർ 2a. അപ്പോൾ ഇതിൽ വെക്റ്റർ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? Q ഇൻറ്റു വെക്റ്റർ 2a. വെക്റ്റർ P ഈക്വൽ ടു Q ഇൻറ്റു വെക്റ്റർ 2a. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. രണ്ട് ചാർജസ്, അതിൽ ഒരു ചാർജസിന്റെ ഏതെങ്കിലും ഒരു ചാർജിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? മാഗ്നിറ്റ്യൂഡ് എടുക്കുക ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഇൻ SI, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് കൂളോം മീറ്റർ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണ്? കൂളോം മീറ്റർ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കൂളോം 1 കൂളോം എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തു. ഇലക്ട്രിക് ഡൈപോൾ എന്താന്ന് പറഞ്ഞു? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താന്ന് പറഞ്ഞു? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. അടുത്ത ഒരു ഡെറിവേഷൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു നമ്മൾ? എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇതാണ് ഇവിടെ നമ്മൾ മൈനസ് Q എന്ന് പറഞ്ഞൊരു പോയിന്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെ ചാർജ് മൈനസ് Q, ഇവിടെ പ്ലസ് Q. ഇവർ തമ്മിലുള്ള മൊത്തം ഡിസ്റ്റൻസ് 2a. മിഡ് പോയിന്റ് O ആണ്. ഓയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? A. ഈ ഓയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് A. മൊത്തം എത്രയാണ്? 2a. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ, അതാണ് ഡെറിവേഷൻ. അതായത് ഇവിടെ ഒരു പോയിന്റ്, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അലോങ് ദി ആക്സിസ്. ഇതിൽ ഈ ഒരു ഡൈപോളിന്റെ അതേ ആക്സിസിൽ തന്നെ. ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ദി ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അലോങ് ദി ആക്സിസ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. കൺസിഡർ എ പോയിന്റ് P along the axial line at a distance r from the center O of the dipole. അപ്പോൾ ഒരു കൺസിഡർ എ പോയിന്റ് P, ആക്സിയൽ ലൈനിൽ നമ്മളൊരു P എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്തു. ഇത് എന്താ പറഞ്ഞത്? ഈ ഡൈപോളിന്റെ സെന്റർ ആണ് O എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു ചാർജ് മൈനസ് Q അറ്റ് A ഈസ് ഗിവൺ ബൈ, ഈ പിയിൽ
ഈ എ എന്ന് പറഞ്ഞാൽ അതായത് മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് നമ്മൾ എന്താ വരിക ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നെഗറ്റീവ് ക്യൂ ഈ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഫോർമുല എന്താ? ഈ എ ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ഇവിടെ ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്താ വരിക? മൊത്തം എ വരെ പിയിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഇവിടെ തൊട്ട് ഇവിടെ വരെ 6 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് എ ആണെന്ന് നമുക്കറിയാം. നമ്മുടെ ഫോർമുല എന്താ? 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ അങ്ങനെയല്ല നമ്മൾ പറയാറ്. ഇപ്പോൾ ഒരു ചാർജ് ഉള്ളൂ. അപ്പോൾ 1/4πε0 Q ബൈ ആർ സ്ക്വയർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തൊട്ട് പി എന്ന് പറഞ്ഞ പോയിന്റിൽ എ എന്ന് പറഞ്ഞിരിക്കുന്ന ചാർജ് കാരണം ഉണ്ടാവണ ഇലക്ട്രിക് ഫീൽഡ് അതാണ് നമ്മളിപ്പോൾ ഫോർമുല ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയിൽ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ ഇതും കൂടി വേണം. അപ്പോൾ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ഡയറക്റ്റഡ് അലോങ് പി എ നെഗറ്റീവിലേക്കല്ല പോവാ, ഡയറക്റ്റഡ് അലോങ് പി എ. ഇനി നമ്മൾ ഇവിടെ എന്താ കാണിച്ചിട്ടുള്ളത്? ഈ എ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇലക്ട്രിക് ഫീൽഡാണ് കാണിച്ചിട്ടുള്ളത്. ഈ എ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ്. ഈ എ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് അല്ലേ, അപ്പോൾ നെഗറ്റീവിലേക്കാണ് വരേണ്ടത്. ഈ ബി എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്നല്ലേ പോകുന്നത്. അപ്പോൾ അതാണ് ഈ ബിയുടെ ഡയറക്ഷൻ ഇടായത്. മനസ്സിലായോ? ഈ ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് എന്താണ്? ഈ ബി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. എ എന്ന് പറയേണ്ടത് നെഗറ്റീവ് ആണ്, നെഗറ്റീവിലേക്കാണ് വരേണ്ടത്. അതാണ് ഈ ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. നല്ല പഠിച്ച കാര്യമല്ല ഇത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു എ ചാർജ് പ്ലസ് ക്യൂ അറ്റ് ബി ഈസ് ഗിവൺ ബൈ ഇ ബി ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഡയറക്റ്റഡ് അലോങ് ബി പി. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ബിയിലുള്ള പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ എന്നല്ല, ക്യൂ ബൈ ആർ ഡിസ്റ്റൻസ് എത്രയാ? നമുക്ക് ഈ ഡിസ്റ്റൻസ് മതി. പി എന്ന് പറഞ്ഞ പോയിന്റിൽ ബി ഇവിടെ ഈ ഒരു ബിയിലിരിക്കുന്ന ചാർജ് കാരണം, അപ്പോൾ ഈ ഡിസ്റ്റൻസ് മതി നമുക്ക് അല്ലേ? പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ബിയിലിരിക്കുന്ന പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ ദൂരമാണ്. ബിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എത്രയാ? ബിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എത്രയാണ്? ബിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം ഇവിടം തൊട്ട് ഇവിടം വരെ എ ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ കിട്ടണമെങ്കിൽ എങ്ങനെയാ? ഇത് മൊത്തം 6 ആണ്. ഇത് എ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഡയറക്റ്റഡ് അലോങ് ബി പി. മനസ്സിലായോ? ഇനി അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ ചാർജ് മൈനസ് ക്യൂ അറ്റ് എ ഈസ് ഗിവൺ ബൈ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ഒരു പോയിന്റ് പി, ഈ ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഡൈപോളാണിത്. അതിൻ്റെ ആക്സിസിൽ തന്നെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന മൈനസ് ക്യൂ ചാർജ്, എയിലിരിക്കുന്ന മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതി. പി എന്ന് പറഞ്ഞ പോയിന്റിൽ ബിയിലിരിക്കുന്ന പ്ലസ് ക്യൂ ആ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതി. ഈ ആറ് അതായത് 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഫോർമുല. ആർ സ്ക്വയർ ആർ എത്രയാണ്? എയുടെ കേസിൽ ആർ എന്ന് പറയുന്നത് എ പി ആയിരിക്കും അല്ലേ? ആ എയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം. ഇനി അതേപോലെ തന്നെ ഈ കേസിൽ ബി പി ബിയിലാവുമ്പോൾ ഈ ഡിസ്റ്റൻസ് ബി പി അല്ലെങ്കിൽ പി ബി ആ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നോക്കണ്ടേ. അപ്പോൾ ഇത് മൊത്തം 6 ആണെങ്കിൽ ഇത് എ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ആർ മൈനസ് എ ആയിരിക്കും അല്ലേ? ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ തിയറം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ഡൈപോൾ ഈസ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് എ പ്ലസ് ഇ ബി ആണ് നമ്മൾ ചെയ്യേണ്ടത്. സിൻസ് ഇ എ ആൻഡ് ഇ ബി ആക്ട് അലോങ് ദ സെയിം ലൈൻ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇ എയും ഇ ബിയും സെയിം ലൈനിലാണ്, പക്ഷെ അത് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈസ് ഗിവൺ ബൈ ഇ ഈക്വൽ ടു ഇ ബി മൈനസ് ഇ എ. ഇ ബി എന്തായിരുന്നു? 1/4πε0 ക്യൂ ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇത് സെയിം ലൈനിലാണെങ്കിലും പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇ ബി മൈനസ് ഇ എ ചെയ്യണം. അതായത് റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് എ പ്ലസ് ഇ ബി ആണ് ചെയ്യേണ്ടത്. സെയിം ലൈനിലാണ് ആക്ട് ചെയ്യുന്നത് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇ ബി മൈനസ് ഇ എ നമ്മൾ ചെയ്യാൻ പോവാം. അപ്പം എന്താ വരിക? ഇ ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ.
കോമൺ ടേം എന്താ? ക്യൂ ബൈ 4πε0. ക്യൂ ബൈ 4πε0 ഇൻറ്റു ഇവിടെ എന്താ ബാക്കി വരിക? അവിടെ ഔട്ട് സൈഡ് എടുത്തില്ലേ? അപ്പൊ 1/r-a² മൈനസ് 1/r+a² ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. r+a² മൈനസ് r-a² ബൈ ഇവിടെ എന്താ വരിക? a മൈനസ് ബി ഇൻറ്റു a+b. ഫോർമുല എന്താ? a² മൈനസ് b². ഇവിടെ ഒരു സ്ക്വയർ കൂടുതലില്ലേ? അപ്പൊ എന്ത് വരും? a² മൈനസ് b² ഹോൾ സ്ക്വയർ. അപ്പൊ r² മൈനസ് a² ഹോൾ സ്ക്വയർ ഈക്വൽ ടു ക്യൂ ബൈ 4πε0. ക്യൂ ബൈ 4πε0 ഇത് എക്സ്പാൻഡ് ചെയ്യുക. a+b ഹോൾ സ്ക്വയറിൽ ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള ടേം ക്യാൻസൽ ചെയ്യുക. അപ്പൊ എന്ത് ബാക്കി വരിക? 4ra എന്ന് വരും ബൈ r² മൈനസ് a² ഹോൾ സ്ക്വയർ. ക്യൂ ബൈ 4πε0 ഇൻറ്റു 4ra ബൈ r² മൈനസ് a² ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 2 എന്നാക്കാം. അപ്പൊ 2a സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് 2a സെപ്പറേറ്റ് ചെയ്യുക. ബാക്കി ഒരു 2 ഉണ്ട് ഇവിടെ. 2a എടുത്തു, പുറത്തേക്ക് എടുത്തു. അപ്പൊ q ഇൻറ്റു 2a ഇത് ഒരുമിച്ച് എഴുതി. q ഇൻറ്റു 2a ഇൻറ്റു 2r ഇല്ലേ? 2r ഒരു 2 എയുടെ കൂടിയും ഒരു 2 ആറിന്റെ കൂടി എഴുതാം. അപ്പൊ 4 അല്ലേ? അപ്പൊ q ഇൻറ്റു 2a ഇൻറ്റു 2r ബൈ 4πε0 ഇൻറ്റു ഇവിടെ നോക്കുക r² മൈനസ് a² ഹോൾ സ്ക്വയർ. q ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ എന്ത്? ഡൈപോൾ മൊമെന്റ് p. ഇതിന് പകരം p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0 അതിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക? ഈക്വൽ ടു 1/4πε0 ഇതിന് പകരം k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2pr ഈ p വന്നത് എങ്ങനെയാ? q ഇൻറ്റു 2aക്ക് പകരം p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2pr ബൈ r² മൈനസ് a² ഹോൾ സ്ക്വയർ ഓർ ഈക്വൽ ടു 2 ഇതിന് പകരം k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2kpr ബൈ r² മൈനസ് a² ഹോൾ സ്ക്വയർ. വെക്ടർ ഈക്വൽ ടു 2kr by r² minus a² whole square into vector p. If the dipole is of very small length, a is much less than r and a² can be neglected compared to r². അപ്പോൾ നമ്മൾ a എന്ന് പറയുന്നത് ഇപ്പോൾ ആറിനേക്കാളും വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് a² എന്നുള്ള ടേം നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ബാക്കി എന്താ വരിക? ഈക്വൽ ടു 2kpr ബൈ r² ഇവിടെ ഒരു ഈ a എന്ന് പറഞ്ഞ ടേമേ നമ്മൾ കളഞ്ഞു. r² ഹോൾ സ്ക്വയർ ഉണ്ട് ബാക്കി ഇല്ലേ? r² ഹോൾ സ്ക്വയർ a² കഴിഞ്ഞു. അതായത് a⁴ എന്ന് വരും ഇതില്. a⁴ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ബാക്കി എന്താ വരിക? അത് ഈ ടേമേ കളഞ്ഞു. a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് എക്സ്പാൻഡ് വരിക. ടേമേ ക്യാൻസൽ ചെയ്തു. അപ്പോ r² ഹോൾ സ്ക്വയർ എത്ര വരിക? r⁴ ഈക്വൽ ടു ഈ ആറും ഇതിലൊരു r⁴ ഇല്ല. അതിൽ നിന്ന് ഒരു r ക്യാൻസൽ ചെയ്തു. അപ്പൊ r³ ആയി മാറി. ഈക്വൽ ടു 2kpr ബൈ r⁴ ഈക്വൽ ടു 2kp ബൈ r³ ഓർ വെക്ടർ ഈക്വൽ ടു 2kp വെക്ടർ p ബൈ r³ അല്ലെങ്കിൽ 2kp ബൈ r³. മനസ്സിലായോ? അപ്പോൾ ഇത് എന്തിന്റെ ഡെറിവേഷൻ ആണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിയൽ ആയിട്ട് നമ്മളൊരു ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണിത്. നന്നായി ചെയ്ത് പഠിക്കണം. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ആദ്യം ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ. ഇവിടെ നമ്മളൊരു പോയിന്റ് പി കൺസിഡർ ചെയ്തു. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ എയിലിരിക്കുന്ന ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എഴുതാം. അതിന്റെ ഇക്വേഷൻ എഴുതാം. പി എന്ന് പറഞ്ഞ പോയിന്റിൽ ബിയിലിരിക്കുന്ന പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എഴുതാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്താ? 1/4πε0 ക്യൂ 2 ചാർജ് ഉണ്ടെങ്കിൽ Q1 Q2 ബൈ r² അല്ലെങ്കിൽ Q ബൈ r². അപ്പോ എന്താ ചെയ്യുക? r² Q ബൈ ഇതിൽ r² എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാ ഡിസ്റ്റൻസ്? എയിലുള്ള ചാർജ് ആകുമ്പോൾ മൊത്തം ഡിസ്റ്റൻസ് എടുക്കണം. അപ്പൊ എത്ര വരിക? r+a ഹോൾ സ്ക്വയർ. ഇവിടെ വരെ r അല്ലേ? ഇതുകൂടി ചെയ്തപ്പോൾ r+a. ഇനി ബി തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? r-a അല്ലേ? മൊത്തം 6 ആണ്. ഇവിടുന്ന് a ഉണ്ട്. അപ്പൊ ഇത് r-a ആയി. മനസ്സിലായോ? r-a ഹോൾ സ്ക്വയർ. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യണം. ഓപ്പോസിറ്റ് ദേ ആക്ട് ഓൺ ദ സെയിം ലൈൻ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അത് കാരണം നമ്മൾ EB - EA ചെയ്തു വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്താ? E ഈക്വൽ ടു 2kp ബൈ r³ ഈക്വൽ ടു 2kp ബൈ r³.
ഓക്കെ, നന്നായി ചെയ്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷൻ അത്. ഓക്കെ, താങ്ക് യു.